ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 23-ാം അധ്യായം 1-ാം തിരുവചനം. അസീസിയിലെ ഒരു ധനിക കുടുംബം. കുടുംബിനി പീക്കയ്ക്ക് പ്രസവ സമയമടുത്തു. എന്നാൽ പ്രസവ ക്ലേശം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. തീർത്ഥാടകനായി അതിലെ പോയ ഒരു വ്യക്തി ആ ഭവനത്തിൽ വന്ന് പീക്കയോട് പറഞ്ഞു, കാലിത്തൊഴുത്തിൽ പോയാൽ പ്രസവം എളുപ്പമുള്ളതാകും. പീക്ക ഉടനടി അനുസരിച്ചു. ആ കുഞ്ഞാണ് പിൽക്കാലത്ത് 2-ാം ക്രിസ്തുവെന്ന ചരിത്രം വാഴ്ത്തി പാടിയ ഫ്രാൻസിസ് അസീസി. 1224 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ ദിവസം പാതിരാ സമയത്ത് പാറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് പഞ്ചക്ഷതം അദ്ദേഹത്തിന് ലഭിച്ചത്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ ജീവിതത്തിൽ പകർത്തിയ ഫ്രാൻസിസ് അസീസി 2-ാം ക്രിസ്തുവെന്ന് അറിയപ്പെടുന്നു. സ്നേഹമുള്ളവരെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ തന്നോട് അനുരൂപരാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതവും സുവിശേഷ അനുസൃതമാകണം. അതിനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, കൃപ ലഭിക്കാൻ ഈ സന്ദേശം സഹായകമാകട്ടെ. എല്ലാവരെയും ദൈവം കൃപകൾ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ നിമിഷം കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. ആമേൻ.